ഇപ്പോൾ നമ്മോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ 24-ൻ്റെ പ്രതിനിധിയായ പ്രദീപ് നാരായൺ കൂടെ ചേരുകയാണ്. പ്രദീപ്, വലിയ വാശിയേറിയ പോരാട്ടം ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഒരു 10 വോട്ട് നോക്കൂ, 89 വോട്ടിന് ഒരു മണ്ഡലം കൈവിടുക എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം നിരാശയുണ്ടാകും ആ തോറ്റൊരാൾക്ക്, അല്ലെങ്കിൽ ജയിച്ചൊരാൾക്ക് എത്രത്തോളം ടെൻഷൻ കടന്നാണ് അയാൾ ജയിക്കുന്നത്. അപ്പം അത്ര ഓരോ വോട്ടും എണ്ണും കൃത്യമായ അത്രയും നിർണായകമായ ഒരു മണ്ഡലമാണിത്. അപ്പോൾ ഇത്തവണ എന്താണ് ഇവിടുത്തെ ഒരു പൊതുവെ ഒരു രാഷ്ട്രീയ ചിത്രം? ഇതില്ല, എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഒരു സവിശേഷത നിറച്ചു വെച്ച ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. മലയാളം മാതൃഭാഷയായ നാടിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും തുളുനാടിൻ്റെ സംസ്കാരം പേറുന്നവരാണ് ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നാട്ടുകാരോടുള്ളൊരു വികാരം വളരെ വലുതാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് 1957 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1957 മുതൽ 70 വരെ കന്നഡ സമിതിയുടെ നേതാക്കളായിരുന്ന കള്ളിക മഹാബല ഭണ്ഡാരിയും ഉമേഷ് റാവുമാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ. പിന്നീട് ഇവിടുത്തുകാരായിട്ടുള്ള CPIയുടെ പ്രതിനിധികളായി M രാമപ്പ, പിന്നീട് CPIയുടെ വലിയ അനിശ്ചിത നേതാവായി മാറിയ ഡോക്ടർ സുബ്ബറാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ചു വരുന്നു. അതിനുശേഷമാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് ഒരു മാറ്റം വരുന്നത്. മുസ്ലിം ലീഗ് ഈ മണ്ഡലത്തിൽ കടന്നു കയറുകയും ചെർക്കളം അബ്ദുള്ള എന്ന് പറയുന്ന നേതാവ്, പിൽക്കാലത്ത് മന്ത്രിയൊക്കെ ആയിരുന്ന ചെർക്കളം അബ്ദുള്ള 4 തവണ ഇവിടുന്ന് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് 2006 വീണ്ടും ഒരു ചുവപ്പ് രാശി പടർത്തിക്കൊണ്ട് CH കുഞ്ഞമ്പു മഞ്ചേശ്വരത്തിന്റെ ജനപ്രതിയായി മാറുന്നു. അത്തവണ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? ചെർക്കളം അബ്ദുള്ളയ്ക്കെതിരെ മുസ്ലിം ലീഗിൽ തന്നെ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി അന്ന് LDFന്റെ വിജയത്തിന് കാരണമായി. തീർച്ചയായും ചെർക്കളം അബ്ദുള്ളയോടുള്ള ഒരു എതിർവികാരം ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ അണികൾ ഉൾപ്പെടെ വോട്ട് മാറ്റിക്കുത്തി എന്ന ഉൾപ്പെടെയുള്ള ഒരു ആരോപണം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും 2006 മുതൽ 2011 വരെ CH കുഞ്ഞമ്പു LDF പ്രതിനിധിയായി മഞ്ചേശ്വരത്തുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വീണ്ടും PB അബ്ദുൾ റസാഖ് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ മുസ്ലിം ലീഗ് പ്രതിനിധിയായി ജനപ്രതിനിധിയായി വരുന്നു. 2016 നേരത്തെ ദിലിനെ സൂചിപ്പിച്ച ഒരു കാര്യം, 89 വോട്ട്. അത് ഒരുപക്ഷെ നേമത്ത് 2006 അപ്പം കെ സുരേന്ദ്രൻ അന്ന് 89 വോട്ടിന് 2016 89 വോട്ടിന് പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് രാജഗോപാൽ നേമത്തു നിന്നും BJP പ്രതിനിധിയായി വരുന്നത്. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ പേഴ്സണലായി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, അന്ന് തന്നെ ഇവിടെ നിന്നൊരു BJP പ്രതിനിധി ജയിച്ചു വരേണ്ടതായിരുന്നു. അതിന് പല ഘടകങ്ങൾ അവർ പറയുന്നുണ്ട്. കാരണം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് കോടതി പോയൊരു സാഹചര്യം കൂടിയുണ്ട്. 249 കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്ന കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയാണ് BJP നിയമവ്യവസ്ഥയുമായി മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് അദ്ദേഹം ജനപ്രതിനിധിയായ അബ്ദുൾ റസാഖ് മരിച്ചു പോകുന്ന ഘട്ടത്തിലാണ് ആ കേസ് പിൻവലിക്കുന്നത്. അന്ന് പോസ്റ്റൽ ബാലറ്റിൽ ഉൾപ്പെടെ 200ഓളം പോസ്റ്റൽ ബാലറ്റിൽ ഉൾപ്പെടെ BJP വോട്ട് അസാധുവായി പോയി എന്നൊരു സങ്കടം കൂടി BJP പ്രവർത്തകർ പിന്നീട് നമ്മോട് തോറ്റ ആളുകൾക്ക് എന്തായാലും ആ രീതിയിൽ സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ അന്നത്തെ ജനവിധി അത് 89 വോട്ടിനാണെങ്കിലും UDF ജയിക്കുന്നതായിരുന്നു. പക്ഷേ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം പിടിച്ച വോട്ട് വളരെ നിർണായകമായി. 400ഓളം വോട്ടുകളാണ് സുന്ദര എന്ന് പറയുന്ന BSPയുടെ ഒരു സ്ഥാനാർത്ഥി അന്ന് പിടിച്ചത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സുന്ദര മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നു, കിഡ്നാപ്പിംഗ് നടക്കുന്നു, ഒളിവിൽ കഴിയുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം നടന്നു. അങ്ങനെ വളരെ രസകരമായ ഒരു സംഭവമാണ്. രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇത്തവണയും അങ്ങനെയുള്ള ഒരു അപരഭീഷണി മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അപരന്മാർ കൂടുതലുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. അപരന്മാർ കൂടുതലുള്ളത് ഇത്തവണ പക്ഷേ UDF. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി ഉയർന്നു കേൾക്കപ്പെട്ടത് SDPI വോട്ടുമായി ബന്ധപ്പെട്ട വോട്ട് വിവാദമാണ്. ഈ മണ്ഡലത്തിൽ നിന്നാണ് ആ വോട്ട് SDPI എന്ന പേരിൽ SDPIയുടെ വോട്ട് വിവാദം തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ SDPI ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പിന്നെ പിൻവലിക്കുന്നു. പക്ഷേ പിൻവലിച്ചതിന് ഒരു വിഭാഗം ആളുകൾക്ക് വലിയ എതിർപ്പുണ്ടാകുന്നു. അത് ഏത് രീതിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്? അതായത് SDPI സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെറും SDPI അല്ല, ഒരു അപരൻ്റെ പരിവേഷം കൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം AK അഷ്റഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ SDPI മത്സരിപ്പിക്കാൻ വന്നത് അതുവരെ അഷ്റഫ് ബഡാജെ എന്നറിയപ്പെട്ടിരുന്ന SDPIയുടെ പ്രാദേശിക നേതാവ് KM അഷ്റഫ് എന്ന പേരിൽ രംഗപ്രവേശം ചെയ്യുകയാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിനകത്ത് അന്താളിപ്പുണ്ടാകുന്നുണ്ട്, UDFിനകത്ത് അന്താളിപ്പുണ്ടാകുന്നുണ്ട്. കാരണം SDPIക്ക് ഇവിടെ ഒരു വോട്ട് ബാങ്കുണ്ട്. 8000 വരെയുള്ള വോട്ടുകൾ സുഖമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ 8000 വോട്ട് പറയുന്നത് നിർണായകമാണ്. കാരണം നേരത്തെ 745 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുന്നത്. അതിനു മുൻപ് 89 വോട്ടിനാണ്. അപ്പോൾ 8000 വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും പല ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അതിൽ ഇടപെട്ടു എന്നാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ SDPI ഇവിടെ നിർണായക ഘടകമാകും. ആ പിൻവലിക്കലിന് ശേഷം
മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDP-ക്കകത്ത് ചില പൊട്ടലും ചീറ്റലും ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാകുമെന്നാണ് അറിയേണ്ടത്. SDP വോട്ട് എങ്ങനെ ഈ മണ്ഡലത്തെ സ്വാധീനിക്കുമെന്ന് വളരെ നിർണായകമാണ്. അതോടൊപ്പം കൊങ്കിണി ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട മത്സരാർത്ഥിയൊക്കെ ഇവിടെ ഉണ്ട്. അത് എങ്ങനെ UDF-ന്റെ വോട്ടിനെ വിഘടിപ്പിക്കും, UDF-ന്റെ വോട്ടിനെ എടുത്തു മാറ്റും എന്നത് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.